തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആനന്ദ് തൂങ്ങിമരിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് തള്ളി കുടുംബം. ക്യാമ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കൊടിയ പീഡനമാണ് മകന്റെ മരണത്തിന് കാരണമെന്ന് അമ്മ ചന്ദ്രിക പറഞ്ഞു. ക്യാമ്പിൽ ജാതീയ പീഡനം നടത്തിയിട്ടില്ലെന്നും ആനന്ദ് വിഷാദരോഗത്തിന് അടിമയായിരുന്നു എന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ട്. ക്യാമ്പിൽ വീഴ്ചയുണ്ടായോ എന്നതിൽ ബറ്റാലിയൻ DIG അരുൾ B കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും. എന്തിനാണ് കാരണം? അവൻ കൈ എങ്ങനെ മുറിഞ്ഞ് അതൊന്നും നമ്മുടെ പറഞ്ഞില്ല. എന്തിനാണ് കാരണമെന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ 2 കൈയും അങ്ങ് അറ്റം തൊട്ട് ഇനി അറ്റം വരെ വച്ച് കെട്ടി ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് ഇറുക്കി വെച്ച് നമ്മളെ കാണിച്ചില്ല. IG-യുടെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ IG-ആണ് പറഞ്ഞ നിങ്ങളെ മോന്റെ കയ്യിൽ 5 സ്റ്റിച്ച് ഉണ്ട്, 2 കൈയിലായിട്ട് 5 സ്റ്റിച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞു 5 സ്റ്റിച്ചാ? അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, പൂരം മുറിഞ്ഞെന്നല്ലേ പറഞ്ഞത്. ഇല്ല 5 സ്റ്റിച്ച് ഉണ്ടാവോ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് ആരും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ ആരും പറഞ്ഞില്ല. ഇപ്പൊ സാറാണ് പറയണത് 5 സ്റ്റിച്ച് ഉണ്ടെന്ന്. IG സാറാണ് പറയണത് 5 സ്റ്റിച്ച് ഉണ്ടെന്ന്. ഇതാണ് സംഭവം. അവന് മാനസികമായിട്ട് എന്തെങ്കിലും നിങ്ങളെ വീട് പറ്റും വല്ല വിഷമമാണ്. ഞാൻ പറഞ്ഞു ഒരു വിഷമവും ഇല്ല. അവരവരെ സംരക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. നമുക്ക് പോയത് എൻ്റെ ഒരു ജീവനല്ലേ. അതുകൊണ്ട് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവരെ സംരക്ഷിക്കുക. നമുക്ക് ഒരു ഇതുമില്ല എന്ന് വെച്ചാൽ അവര് പറയുന്ന വെച്ചാൽ അവൻ മാനസിക രോഗിയാണ് എന്നൊക്കെയാണ് അവര് പറയണത്. എന്റെ അനി അങ്ങനെ ഒരു PSC എഴുതുന്ന ഒരു വിദ്യാർത്ഥിനിയാണെങ്കിൽ അവൻ മാനസിക രോഗി ആയതുകൊണ്ടാണ് അവൻ ആ ജോലി കിട്ടണം. അവര് പല രീതിയിലാണ് പറയണത്. ഇതിന്റെ എന്താണെന്ന് ഇത് അറിയണം, നമുക്കറിയണം. ഇനി എന്തായാലും നമ്മളും ജുഡീഷ്യൽ അന്വേഷണത്തിന് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷിക്കണം. എന്താണ് എന്റെ അനിയന് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം. മനീഷ് മെഹ്ബാലുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഈ കുടുംബം ഈ പോലീസിന്റെ വാദം ഒന്നാകെ തള്ളുകയാണല്ലോ. മനീഷ്, ഉന്മേഷ്, ഇത് സംബന്ധിച്ച് ആദ്യം പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത് പേരൂർക്കട പോലീസാണ്. പേരൂർക്കട പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിധം, അതായത് ഈ ആനന്ദിന് ചില ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെ വലിയ രീതിയിലുള്ള ട്രെയിനിങ്ങിനിടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നു. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ ബന്ധപ്പെട്ട് വീട്ടിലേക്ക് പോകണമോ എന്ന് കൗൺസിലിംഗിൽ ചോദിച്ചിരുന്നു. പക്ഷേ കൗൺസിലിംഗിനിടെ ഈ ആനന്ദ് വീട്ടിലേക്ക് മടങ്ങി പോകേണ്ട, തനിക്കൊരു അവധി വേണമോ എന്ന് ചോദിച്ചപ്പോഴൊക്കെ തന്നെ അവധി വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ADGPയുടെ നിർദ്ദേശപ്രകാരം DIG നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ചില നീക്കം നടക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത്. മകന് ഒരു തരത്തിലുമുള്ള ഡിപ്രഷനോ അല്ലെങ്കിൽ വിഷാദ രോഗമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഈ ക്യാമ്പിലെ ശാരീരിക പീഡനങ്ങൾ നടന്നിട്ടില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. പക്ഷേ ക്യാമ്പിൽ വെച്ച് മകന് ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ അനുഭവിച്ചു എന്ന് ഇതിന്റെ തെളിവ് തങ്ങളുടെ പക്കലുണ്ട് എന്നും കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോഴടക്കം ഇത്തരം വിവരങ്ങൾ മകൻ കൈമാറിയിരുന്നു എന്നും, പക്ഷേ ഒരു പോലീസിന്റെ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മകൻ വരണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഒക്കെ തന്നെ അതൊക്കെ മകൻ അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അതൊരു പരാതിയായി ഞങ്ങൾ രേഖാമൂലം കൊടുത്തിരുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് കുടുംബം നിലവിൽ ആരോപിക്കുന്നത്. അങ്ങനെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളും മകനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പലതും മറച്ചു വെച്ചു എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്താണെങ്കിലും ബുധനാഴ്ച ഇത് സംബന്ധിച്ച് കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകും. മനീഷ് മെഹ്ബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.